ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണോ അതോ വെറും വാക്കുകൾ മാത്രമാണോ എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക. അപ്പോൾ ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം. നൈറ്റ് ഓഫ് സോട്ട്സ്, ഏസ് ഓഫ് സോട്ട്സ്, ഡെവിൾ, ടെൻ ഓഫ് സോട്ട്സ്, പേജ് ഓഫ് വാണ്ട്സ്, സിക്സ് ഓഫ് പെൻറ്റിക്കിൾസ്, എയ്റ്റ് ഓഫ് കപ്സ്, ചാരിയറ്റ്, ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം നൈറ്റ് ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പാർട്ണർ ചിലപ്പോൾ വാക്കുകളിൽ വളരെ ആക്റ്റീവ് ആയിരിക്കാം, പക്ഷേ അത് പ്രവൃത്തിയിൽ കുറവായിട്ടാണ് കാണിക്കുന്നത്. എപ്പോഴും ഇവർ നിങ്ങളോട് പറയുമായിരിക്കാം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ വിട്ട് ഒരിക്കലും പോകരുത് എന്ന രീതിയിലൊക്കെയുള്ള വാക്കുകൾ നല്ല രീതിയിൽ പറയുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. പക്ഷേ ആക്ഷൻ വരുമ്പോൾ അതിനൊരു കൺസിസ്റ്റൻസി കുറവാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതായത് പ്രണയം ഇവിടെ വാക്കുകളിൽ കൂടുതൽ, പ്രവൃത്തിയിൽ കുറവെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പാർട്ട്ണറിൻ്റെ സ്നേഹത്തിൽ ഒരു സത്യം ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. അതിൽ വലിയ തരത്തിലുള്ള കള്ളത്തരങ്ങളൊന്നുമില്ല. പക്ഷേ അത് പലപ്പോഴും വാക്കുകളിലും ചിന്തകളിലും മാത്രം കുടുങ്ങിപ്പോകുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർക്കൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ബന്ധം അവർക്ക് പ്രധാനപ്പെട്ടതാണെന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ജീവിതത്തിൽ ആക്ഷൻ ആക്കാൻ ഇപ്പോഴും ചില ബ്ലോക്കേജസ് ഇവിടെ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമുക്കിവിടെ ഡെവിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ചില സമയങ്ങളിൽ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭയം കൊണ്ട് അവർ നിങ്ങളോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന രീതിയിലുള്ള വാക്കുകൾ ആവർത്തിക്കുന്ന ഒരു എനർജി ഒരു ഡെവിൾ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരു സ്നേഹവും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കൺട്രോൾ എനർജി ഉണ്ടെന്ന് ഈ ഒരു ഡബിൾ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടെൻ ഓഫ് സോട്ട്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നിങ്ങളുടെ ചിന്തകളായിട്ടാണ് ഈ ഒരു ടെൻ ഓഫ് സോട്ട്സ് ഇവിടെ വരുന്നത്. അതായത് ഈ ഒരു വ്യക്തിയുടെ ചില വാക്കുകൾ മുൻപ് നിങ്ങളെ വേദനിപ്പിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ അവർ നിങ്ങളോട് മിണ്ടാതെ ഇരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം സത്യമാണെങ്കിൽ ഇങ്ങനെ അവർ എന്തിന് പെരുമാറുന്നു എന്ന രീതിയിൽ നിങ്ങൾക്ക് ചിന്തകൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ ഈ ഒരു ടെൻ ഓഫ് സോർട്സ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചില സമയത്ത് അവർ ഈ റിലേഷൻഷിപ്പിൽ സീരിയസ് ആയി കാണൽ കുറവായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. കൂടുതലും ഒരു ചൈൽഡിഷ് ആയിട്ട് അവർ പെരുമാറുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷേ അതുപോലെ തന്നെ നിങ്ങളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനുമുള്ള മനസ്സുമുണ്ട്. പക്ഷേ അവർക്ക് പ്രവൃത്തിയിൽ ഇല്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. പ്രവൃത്തി കുറവ് ഈ ഒരു വ്യക്തിയുടെ പ്രധാന പ്രശ്നം. ഈ വ്യക്തിക്ക് വാക്കുകളിൽ മാത്രം ഈ ഒരു വ്യക്തിയുടെ സ്നേഹം ഒതുങ്ങിപ്പോകുന്നു. അത് പ്രവൃത്തിയിൽ കാണിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നമായി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, പലപ്പോഴും ഈ ഒരു വ്യക്തി ഇമോഷണൽ ലെവലിൽ പിന്മാറുന്ന വ്യക്തിയായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതാണ് നമുക്കിവിടെ ഈ ഒരു എയ്റ്റ് ഓഫ് കപ്സ് പറഞ്ഞു തരുന്നത്. ഒരുപാട് സ്നേഹത്തോടെയുള്ള വാക്കുകൾ ഇവർ പറഞ്ഞതിന് ശേഷം പിന്നീട് പതുക്കെ കുറച്ച് നേരത്തേക്ക് നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ ഈ ഒരു എയ്റ്റ് ഓഫ് കപ്സ് പറഞ്ഞു തരുന്നത്. ഈ ഒരു കാര്യവും ഈ ഒരു വ്യക്തിയിൽ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഒരു വ്യക്തിയുടെ പ്രവൃത്തി പലതരത്തിലുള്ള സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ടെന്ന് ഈ ഒരു എയ്റ്റ് ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ സ്നേഹം സത്യമായിരുന്നുവെങ്കിൽ എന്തിന് ഇവർ ഈ ഒരു രീതിയിൽ മാറി നിൽക്കുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് ഈ ഒരു എയ്റ്റ് ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോകുവാനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതാണ് ഈ ഒരു ചാരിറ്റി നമുക്ക് കിട്ടിയേക്കുന്നത്. പക്ഷേ
നമുക്കിവിടെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇവിടെ കൺട്രോൾ ചെയ്ത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ഒരാൾ മാത്രമല്ല നിങ്ങൾ ഇരുവരും ചേർന്ന് പോവുകയാണെങ്കിൽ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതാണ് നമുക്കിവിടെ ഈ ഒരു ചാരിറ്റി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ, വാക്കുകൾ കേട്ട് മാത്രം വിശ്വസിക്കാതെ ആക്ഷൻ നോക്കി നിങ്ങളുടെ മനസ്സിൻ്റെ സത്യത്തെ പിന്തുടരുവാൻ കൂടി ശ്രമിക്കുക എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ റീഡിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷേ അത് അയാളുടെ ആ ഒരു വ്യക്തിയുടെ അതാരോ ആയിക്കോട്ടെ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആ ഒരു വ്യക്തിയുടെ വാക്കുകളിൽ മാത്രം ഒതുങ്ങി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർക്ക് പ്രവൃത്തിയിലോട്ട് അത് കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.